ഇന്ന് ശ്രദ്ധ ചെലുത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പ്രധാനമന്ത്രിയുടെ ജമ്മു കാശ്മീർ സന്ദർശനമാണ്. വലിയധികം ഒട്ടനവധി പ്രത്യേകതകളുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ജമ്മു കാശ്മീർ സന്ദർശനത്തിന്. എന്തായാലും മൂന്നാം ഊഴം ലഭിച്ചതിന് ശേഷം, സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ആദ്യമായിട്ടാണ് മോദി ജമ്മു കാശ്മീരിലേക്ക് എത്തുന്നത്. ഇന്ന് ഡൽഹിയിൽ നിന്ന് നമുക്ക് പങ്കുവയ്ക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജമ്മു കാശ്മീർ സന്ദർശനം തന്നെയാണ്. 2 ദിവസത്തെ സന്ദർശനത്തിനായി അദ്ദേഹം ഇന്ന് ഉച്ചതിരിഞ്ഞ് ഡൽഹിയിൽ നിന്നും ജമ്മു കാശ്മീരിലേക്ക് തിരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വൈകുന്നേരം 6 മണിക്ക് അദ്ദേഹം 1500 കോടി രൂപയുടെ വികസന പദ്ധതികൾ ജമ്മു കാശ്മീരിന് വേണ്ടി സമർപ്പിക്കും. പുതിയ റോഡ്, റെയിൽ കണക്ടിവിറ്റി, കുടിവെള്ളം തുടങ്ങിയ അടിസ്ഥാന സൗകര്യ വികസനവും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട പദ്ധതികളാണ് ഇന്നിപ്പോൾ പ്രധാനമന്ത്രി ജമ്മു കാശ്മീരിന് വേണ്ടി സമർപ്പിക്കുകയും പുതിയ പദ്ധതികൾക്ക് തറക്കല്ലിടുകയും ചെയ്തത്. 1500 കോടിയുടെ പ്രോജക്റ്റുകൾക്ക് തറക്കല്ലിടിൽ, അതോടൊപ്പം തന്നെ ചില പദ്ധതികളുടെ ഉദ്ഘാടന കർമ്മം ഇതിന്ന് പ്രധാനമന്ത്രി നിർവഹിക്കും. ഒപ്പം നാളെ യോഗാ ദിനമാണ്, അന്താരാഷ്ട്ര യോഗാ ദിനം. നമുക്കറിയാം 2014 നരേന്ദ്രമോദി സർക്കാർ ഭാരതത്തിൽ അധികാരത്തിലേറിയതിനു ശേഷമാണ് അന്താരാഷ്ട്ര യോഗാ ദിനം എന്ന രീതിയിൽ ജൂൺ മാസം 21 ലോകമെമ്പാടും ആചരിക്കാൻ തുടങ്ങിയത്. UN-ന്റെ കീഴിലുള്ള 195 രാഷ്ട്രങ്ങൾ ഭാരതത്തിൻ്റെ ആഹ്വാനപ്രകാരം, ഭാരതത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു കുടക്കീഴിൽ യോഗ ആചരിക്കുകയാണ്. അങ്ങനെ നാളെ 10ാം അന്താരാഷ്ട്ര യോഗാ ദിനാചരണമാണ്. അതിന് പ്രധാനമന്ത്രി ജമ്മു കാശ്മീരിൻ്റെ മണ്ണിൽ ശ്രീനഗറിൽ നേതൃത്വം നൽകുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. കഴിഞ്ഞ വർഷം അദ്ദേഹം UN-ലായിരുന്നു. UN ആസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗാ ദിനത്തിന് നേതൃത്വം നൽകി. 2014 മുതൽ അദ്ദേഹം ഓരോ ഭാരതത്തിലെ നഗരങ്ങളിലാണ് ഈ യോഗാ ദിനത്തിന് നേതൃത്വം കൊടുക്കുന്നത്. 2014 ഡൽഹിയിലെ തന്നെ ഇന്ത്യ ഗേറ്റിലാണ് ആദ്യ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിക്കുകയും അന്ന് അദ്ദേഹം ഡൽഹിയിൽ തന്നെ ഇന്ത്യ ഗേറ്റിൽ ഈ യോഗാ ദിനത്തിന് നേതൃത്വം കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം ഭാരതത്തിലെ വിവിധ നഗരങ്ങളിലാണ് ഓരോ വർഷങ്ങളിലും ഉണ്ടാകുന്നത്. കഴിഞ്ഞ വർഷം UN-ന്റെയും മറ്റും പ്രത്യേക നിർദ്ദേശപ്രകാരം പ്രധാനമന്ത്രി അവിടെ എത്തുകയും അവിടെ നിന്നുകൊണ്ട് ലോക നേതാക്കൾക്ക് ഒപ്പം യോഗാ ദിനാചരണത്തിന് നേതൃത്വം കൊടുത്തുവെങ്കിൽ ഇക്കുറി ജമ്മു കാശ്മീരിന്റെ മണ്ണിലേക്ക് എത്തുന്നു. അത് വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. ആർട്ടിക്കിൾ 370 ഒഴിവാക്കുന്നതിന് ശേഷം നമുക്കറിയാം ജമ്മു കാശ്മീരിൽ യോഗാ ദിനം പോയിട്ട് അവിടെ ആളുകൾക്ക് കൂട്ടം കൂടി നിൽക്കാൻ പോലുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. വലിയ തോതിലുള്ള സംഘർഷഭരിതമായ അന്തരീക്ഷമായിരുന്നു. ഭീകരവാദികൾ അഴിഞ്ഞാടുന്ന ഒരു സാഹചര്യമായിരുന്നു കശ്മീരിൽ ഉണ്ടായിരുന്നത്. സുരക്ഷാ സേനയുമായി തുടർച്ചയായ ഏറ്റുമുട്ടലുകളും സ്ത്രീകൾ ഉൾപ്പെടെ സൈന്യത്തിന് നേരെ കല്ലെറിയുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ ആർട്ടിക്കിൾ 370 മരവിപ്പിക്കുന്നതിന് മുൻപ് ജമ്മു കാശ്മീരിൽ, പ്രത്യേകിച്ച് കശ്മീർ വാലിയിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതേ ശ്രീനഗറിന്റെ മണ്ണിലേക്ക് ഭാരതത്തിന്റെ പ്രധാന സേവകൻ എത്തുകയാണ്. അവിടെ അദ്ദേഹം ഭാരതത്തിന്റെ ലോകത്തിന് ഈ രാഷ്ട്രം നൽകിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകളിൽ ഒന്നായ യോഗ, ആ യോഗയുടെ കൃത്യമായ ആചരണത്തിനായി ശ്രീനഗർ തന്നെ അദ്ദേഹം തെരഞ്ഞെടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ സന്ദേശം ലോകത്തിനും അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിനും നൽകുന്നു. എന്തായാലും 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉച്ച കഴിഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജമ്മു കാശ്മീരിലേക്ക് തിരിക്കും. അനു.